കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം LDFിലെ പ്രമുഖ കക്ഷിയായ CPMിലുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ മുന്നണിക്കകത്ത് തന്നെ ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായ നിലയിലേക്ക് മാറുകയാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് CPI. ആ CPI ന്യായമായും അവർ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ ഉപപദവി അല്ലെങ്കിൽ നിയമസഭയിലെ ഉപനേതാവ് തങ്ങളായിരിക്കണം, തങ്ങൾക്ക് നൽകിയേ പറ്റൂ എന്നുള്ള ഡിമാൻഡാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാകട്ടെ ഇങ്ങനെയൊരു പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായിട്ട് CPM വിമർശിക്കുന്നത് അല്ലെങ്കിൽ CPIയുടെ നിലപാടിനെ അവർ എതിർക്കുന്നത് ഇത്തരത്തിലൊരു ആവശ്യം പരസ്യമായി ഉന്നയിച്ചതിലൂടെ ഇടതുമുന്നണിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അത് ഇടയായി എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ വാദത്തിന് ഉപോത്ബലകമായിട്ട് CPM പറയുന്നത്. എന്നാൽ CPI ആകട്ടെ അവർ പറയുന്നു അങ്ങനെ കീഴ്വഴക്കമില്ലെങ്കിൽ ആ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിക്കപ്പെടണം, പുതിയ കീഴ്വഴക്കങ്ങൾ വരട്ടെ, ആ ഒരു കീഴ്വഴക്കത്തിന് പേരിൽ ഞങ്ങൾക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവിന് കിട്ടുന്ന പവർ അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ ശമ്പളം അതൊന്നുമല്ല ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയേ തീരൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വിമർശനം CPM ഉന്നയിക്കുന്നത് പരസ്യമായിട്ട് ഇത് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അവർ പറയുന്നത് ഞങ്ങൾ പരസ്യമായിട്ടല്ല ആദ്യം പ്രകടിപ്പിച്ചത്, ഞങ്ങൾ മുന്നണിക്കകത്ത് തന്നെയാണ് പ്രകടിപ്പിച്ചത്, ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചത് അത് നിരസിക്കപ്പെട്ടത് കൊണ്ടാണ് പരസ്യമായിട്ട് പറയേണ്ടി വന്നത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രേഖപ്പെടുത്തിയിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ കേഡർമാർക്കും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിനൊക്കെ തന്നെ ഉള്ളൊരു നിലപാട് CPIക്ക് കേരളത്തിൽ അത്രമാത്രം ശക്തിയൊന്നുമില്ല, അവർക്കുള്ള ശക്തിയേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്, മത്സരിക്കാൻ സീറ്റുകൾ നൽകിയിട്ടുണ്ട്, അവർക്ക് ജയിക്കാൻ കഴിയാത്തത് മറ്റൊരു കാര്യം. എന്നാൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ CPI തയ്യാറല്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ആശയം തന്നെ തങ്ങളുടേതാണ് എന്നാണ് CPI പറയുന്നത്. നമുക്കറിയാം 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നത്. ഒന്ന് സോവിയറ്റ് ആഭിമുഖ്യത്തിൻ്റെ പേരിൽ CPIയും ചൈനീസ് ആഭിമുഖ്യത്തിൻ്റെ പേരിൽ CPMും രണ്ട് പാർട്ടികളെ നിലകൊള്ളുന്നു. അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെ അംഗീകരിക്കുകയാണ് CPI ചെയ്തതെങ്കിൽ അടിയന്തരാവസ്ഥയെ തുടക്കത്തിൽ എതിർക്കുകയായിരുന്നു CPM ചെയ്തത്. പക്ഷെ പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ ഒരു ഐക്യനിര വേണം എന്നുള്ളൊരു ആവശ്യം അത് ഉയർത്തിക്കൊണ്ട് അതിനുവേണ്ടി ത്യാഗം ചെയ്തത് തങ്ങളാണ് എന്നുള്ളതാണ് CPI പറയുന്നത്. നമുക്കറിയാം 1977 ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തകർന്ന സമയത്ത് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ അവരുടെ മുന്നണികൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അങ്ങനെയാണ് 1977 K കരുണാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐക്യകക്ഷികളുടെ മന്ത്രിസഭ വന്നത്. അന്ന് 140 അംഗ നിയമസഭയിൽ 111 അംഗങ്ങളുമായിട്ടാണ് ഇന്നത്തെ UDFന്റെ മുൻഗാമിയായിട്ടുള്ള ഐക്യമുന്നണി അധികാരത്തിൽ വന്നത്. അന്ന് K കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷെ അടിയന്തരാവസ്ഥയിലെ പോലീസിന്റെ ക്രൂരത അതിൻ്റെ ഫലമായിട്ട് രാജൻ എന്ന വിദ്യാർത്ഥി REC വിദ്യാർത്ഥി കൊല ചെയ്യപ്പെടുന്നു. ആ ഒരു സംഭവത്തിൻ്റെ വിവാദമുണ്ടായ സമയത്ത് K കരുണാകരനെ രാജിവെക്കേണ്ടി വരികയാണ് ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രിയായത് PK വാസുദേവൻ നായരാണ്. ഈ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരിക്കെ തങ്ങളുടെ മുഖ്യമന്ത്രി പദം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വേണ്ടി ബലി കഴിച്ചതാണ് തങ്ങൾ എന്ന വാദമാണിപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കാണ് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. കാരണം തങ്ങൾ മുഖ്യമന്ത്രി പദം PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ടാണ്, രാജിവെച്ചിട്ടാണ് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നത്. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരാൻ വേണ്ടി തങ്ങളുടെ മുഖ്യമന്ത്രി പദം വരെ ബലി കഴിച്ച പാർട്ടിയാണ് CPI. അപ്പം ഞങ്ങൾ ന്യായമായിട്ടും ഞങ്ങൾ പറയുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി തങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് CPIയുടെ ആവശ്യം. ഇവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം CPIയോടുള്ള ഇത്തരത്തിലുള്ളൊരു നിലപാടിൻ്റെ കാര്യത്തിലും മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് കേരളത്തിൽ വളരെ പ്രകടമായിട്ട് മുസ്ലിം പ്രീണനമാണ് CPM നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് UDFനെ പല സ്ഥലത്തും തോൽപ്പിക്കാൻ പറ്റിയത് മുസ്ലിം വോട്ടുകൾ സ്വാഭാവികമായിട്ടും UDFന് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പോയിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോ മുസ്ലിം എന്നുള്ളൊരു നിലപാട് ഉണ്ടാക്കിയെടുക്കാൻ CPMനും അതുപോലെ തന്നെ LDFനും കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ
സുന്നികളിലെ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിനെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിലും കാന്തപുരം വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നു. അതോടൊപ്പം തന്നെ സുന്നികളിലെ തന്നെ EK വിഭാഗം സുന്നികളിൽ തന്നെ നല്ലൊരു വിഭാഗത്തെ ആകർഷിക്കാൻ CPM കഴിഞ്ഞിരുന്നു. ഒരു പാർട്ടി എന്ന നിലക്കല്ലെങ്കിലും തങ്ങളുടെ മുന്നണിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നു. KT ജലീലിനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ മുമ്പിൽ നിർത്തുകയായിരുന്നു CPM ചെയ്തത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും മുസ്ലിം ന്യൂനപക്ഷം LDFനെ തള്ളിപ്പറയുന്നതാണ് കണ്ടത്. അതായത് മുസ്ലിം വോട്ടിൻ്റെ ഒരു കേന്ദ്രീകരണം കൊണ്ടാണ് ഇത്തവണ UDFന് അതിശക്തമായ വിജയമുണ്ടായത് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. ഒരുപക്ഷെ ഒരു ഭാഗത്ത് അതിശക്തമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ ഉപരിയായിട്ടൊരു മുസ്ലിം കേന്ദ്രീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ മുസ്ലിം കേന്ദ്രീകരണം ഉണ്ടായത്? ഈ മുസ്ലിം കേന്ദ്രീകരണം ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് PM ശ്രീ പദ്ധതിയിൽ എടുത്ത നിലപാടാണ്. അപ്പം ഈ PM ശ്രീ പദ്ധതിയെ തങ്ങൾ അനുകൂലിക്കുന്നില്ല, അതുകൊണ്ട് പദ്ധതിയിൽ തങ്ങൾ ചേരില്ല എന്നതായിരുന്നു പ്രഖ്യാപിതമായ നിലപാട്. പക്ഷേ അങ്ങനെയുള്ള പ്രഖ്യാപിതമായ നിലപാടെടുത്ത CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തങ്ങളുടെ മന്ത്രിസഭ കൂടി അറിയാതെ CPM-ന്റെ മന്ത്രിമാർ മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയായിരുന്നു. ഈ സമയത്താണ് പരസ്യമായിട്ട്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI ഇതിനെതിരായിട്ട് റിവോൾട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭം നടത്തുന്നത്, അതിനെതിരെ നിലപാടെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് CPM-ന് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് പറയേണ്ടി വന്നു. അപ്പം അന്നൊക്കെ ശിവൻകുട്ടി ചോദിച്ചത്, അതായത് ഒപ്പിട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം, അതായത് മന്ത്രിസഭ കൂടി അറിയാതെ ഒപ്പിട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചോദിച്ചത് PM ശ്രീയിൽ എന്താണ് കുഴപ്പം? അപ്പം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, PM ശ്രീയിൽ കുഴപ്പമുണ്ടെന്ന് നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ആ അഭിപ്രായം മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് CPI വലിയ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവർക്ക് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി തങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് എത്താൻ നിർബന്ധിതരായത് CPM നേതൃത്വമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ചത് CPI ആണ്. അപ്പം അങ്ങനെ ഒരു CPIയുടെ ആ നിലപാട് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ കേന്ദ്രത്തിലെ BJP സർക്കാരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നു എന്നൊരു തോന്നൽ, അത് അങ്ങേയറ്റം BJPയെ വിമർശിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടുന്നതിൽ അതൊരു ഇടയായി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണക്കാരൻ CPI ആണ് എന്നുള്ളൊരു വിമർശനം പൊതുവെ CPM അണികളിലുണ്ട്. കാരണം ഒരു കയ്യടി നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് CPI ഇങ്ങനെ പരസ്യമായിട്ട് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ അടിത്തറയിളക്കുന്ന രീതിയിൽ ഒരു പരസ്യമായ വിമർശനം നടത്തിയത് PM ശ്രീയുടെ പേരിൽ. അങ്ങനെ PM ശ്രീ കേരളത്തിലെ വലിയൊരു ചർച്ചാ വിഷയമാകുകയും അങ്ങനെ മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം UDFന് അനുകൂലമായിട്ട് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണക്കാർ CPI ആണെന്നാണ് ഇപ്പോഴും CPM-ലെ നല്ലൊരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിലാണെങ്കിൽ ഇവിടെ കോൺഗ്രസും അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും ഒക്കെ തന്നെ ഒരേ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം CPIയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ കോൺഗ്രസുമായിട്ടും സഹകരിക്കുന്നവർക്ക് തെറ്റൊന്നുമില്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് CPI ഉള്ളത്, CPM-ഉം കോൺഗ്രസിൻ്റെ കൂടെയാണുള്ളത്. കേരളത്തിൽ മാത്രമാണ് CPI മുൻകൈയെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഭാഷ്യം. അപ്പോൾ അങ്ങനെ CPI മുൻകൈയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടണം. ഒരുപക്ഷെ അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ അത് ഇപ്പോഴത്തെ സാന്നിധ്യത്തിൽ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ കൂടാനും CPI തയ്യാറാവും. അപ്പോൾ അങ്ങനെ ഒരു ഭയം കൂടി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അവർ ഒരിക്കലും ആ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അത് CPIയെ സംബന്ധിച്ചിടത്തോളം അവരെ വ്രണപ്പെടുത്തിയിരിക്കുകയാണ്, വേദനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇതിനകത്തു നിന്ന് തന്നെ മത്സരിച്ച് ആ പ്രതിപക്ഷ ഉപനേതാവ് പദവി നേടിയെടുക്കും എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അപ്പം ഇത് മൊത്തത്തിൽ ഭരണത്തിൽ നിന്നുള്ള അകൽച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിള്ളലാണിത്. അപ്പോൾ ഇതൊരു പരസ്യമായിട്ട് അവർ വിഴുപ്പലക്കുകയാണ് ചെയ്തതിനകത്ത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ മുന്നണിക്കകത്താണ് പറഞ്ഞത്, പരസ്യമായിട്ട് പറഞ്ഞു എന്ന് CPM വിമർശിക്കുന്ന സമയത്ത് അവർ നൽകുന്ന മറുപടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തർക്കമാണ് CPM-ന് ഈ മുന്നണിക്കകത്ത് നടക്കുന്നത്. അപ്പം മറുഭാഗത്ത് CPM-നകത്താണ് തർക്കങ്ങൾ നടക്കുന്നത്. അത് വിഴിഞ്ഞം വിഷയത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ, അതേപോലെ തന്നെ PM ശ്രീയുടെ കാര്യത്തിലായാലും. കാരണം PM ശ്രീയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഈ VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനോട്
അനുകൂലമായ രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അന്നത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആള് ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ PMC പദ്ധതിയിൽ സർക്കാരിന് പുറത്തു വരാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്, അത് അങ്ങനെ ഒരു വ്യവസ്ഥ അതിനകത്തില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് VD സതീശൻ സർക്കാരിൻ്റെ നിലപാട് ശരിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ. അതേപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഓഹരി MSC കമ്പനിക്ക് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊരു തർക്കമുണ്ട്. അപ്പം CPM-ന്റെ അകത്തുള്ളൊരു തർക്കം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് മുന്നണിക്കകത്ത് CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമുണ്ടാക്കുന്നത്. ഈ തർക്കം എവിടെ വരെ എത്തും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.